ഹലോ ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ് ടു യു ഓൾ ആൻഡ് നമസ്കാരം. ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേരാണ്, ഇത് സ്പഗട്ടിയാണ്. ക്യുക്കാണ്, നമ്മുടെ എല്ലാം ക്യുക്കാണ്, എല്ലാവർക്കും ക്യുക്കാണല്ലോ വേണ്ടത്. ക്യുക്ക് സ്പഗട്ടി, അത് വെജി ബൗൾസ് എന്നാണ് അതിൻ്റെ പേര്. വെജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സ്പഗട്ടി എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. സ്പഗട്ടി എന്ന് പറഞ്ഞ സാധനം അത് ഇതാണ്. നൂഡിൽസ് പോലെയാണ് ഇരിക്കുക, പക്ഷേ ഇത് നൂഡിൽസ് അല്ല, ഒരു പാസ്റ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പാക്കറ്റ് കാണിച്ചു തരാം. ഇതാണ് സ്പഗട്ടി പാസ്റ്റ എന്ന് പറയുന്നത്. ഇത് വ്യത്യാസമുണ്ട്, നൂഡിൽസ് ഇത് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ നേരത്തെ തന്നെ ഇതിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതിടുകയാണ്. ഇത് തിളച്ച് വേവണം. പിന്നെ ഇത് കഴുകി വാലാൻ വെക്കണം. നമ്മുടെ സ്പഗട്ടി ഇത് വെന്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതുപോലെ ഈ അരിപ്പയിലേക്ക് ഞാൻ മാറ്റുകയാണ്. നമ്മളിതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഇത് പച്ചവെള്ളത്തിൽ റിൻസ് ചെയ്തെടുക്കണം, എന്നിട്ടേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഊറ്റി മാറ്റാം. അപ്പം നമ്മുടെ സ്പഗട്ടി ഇവിടെ വേവുന്നുണ്ട്, അത് ബോയിൽ ആകുന്നുണ്ട്. അപ്പോൾ അതായത് വേവട്ടെ. അപ്പോൾ അതുവരയ്ക്ക് നമുക്ക് ഒന്ന് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇത് നമ്മുടെ മഷ്റൂമാണ്. ഈ മഷ്റൂം കിട്ടാനില്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഇന്നലെ ലുലുവിൽ പോയപ്പോൾ എനിക്ക് മഷ്റൂം കിട്ടി. ബാക്കി സ്ഥലത്തൊന്നും മഷ്റൂം കിട്ടാനില്ല. ലുലുവിലും എനിക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളൊന്നും ഇപ്പോൾ കിട്ടാനില്ലാതായിട്ടുണ്ട്. അവിടെയും പല സാധനങ്ങളും ഇല്ല. അതായത് മഷ്റൂം കിട്ടി. ഇത് നമ്മുടെ ബീൻസാണ്, ഗ്രീൻ ബീൻസ്. ഇത് ബ്രോക്കോളിയാണ്, ബ്രോക്കോളി. അപ്പോൾ ഇത് സ്നോ പീസ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ക്യാബേജ്, ബീൻസ്, ബ്രോക്കോളി, ഈ മൂന്നും കൂടെ ചേർത്ത് നമുക്ക് അതായിട്ട് ഇടാൻ പറ്റും. പിന്നെ ഇത് ക്യാരറ്റ് ഗ്രേറ്റഡാണ്. പിന്നെ ഇത് വെളുത്തുള്ളിയുണ്ട്, നമ്മുടെ ഗാർലിക് ഉണ്ട്. പിന്നെ ഇത് സോയ സോസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സോയ സോസാണ്, ഡാർക്ക് സോയ സോസ് അല്ല, ലൈറ്റ് സോയ സോസാണ് ഇതിന് വേണ്ടത്. പിന്നെ കുറച്ച് ഷുഗർ, പഞ്ചസാരയുണ്ട്, ഉപ്പുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ഒനിയൻ ഉണ്ട്, നമ്മുടെ സ്പ്രിങ് ഒനിയൻ. പിന്നെ ഇത് നമ്മുടെ എള്ളെണ്ണ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എള്ളെണ്ണയല്ല, വെള്ള എള്ള് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ പെപ്പറുണ്ട്, ബ്ലാക്ക് പെപ്പർ. പിന്നെ നമുക്ക് കേൻ പൗഡർ എന്നാണ് ഉപയോഗിക്കുന്നത്, അത് ഞാനിപ്പോൾ പാപ്രിക്ക പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഏത് എണ്ണ വേണേലും, വെജിറ്റബിൾ ഓയിൽ ഏതോ എണ്ണ വേണേലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പഗട്ടി ഇവിടെ തണുത്ത വെള്ളത്തിൽ കഴുകി ഇവിടെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ സ്റ്റൗ കത്തിക്കുക. ആദ്യം നമ്മൾ ഒലിവ് ഓയിലാണ്, വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിൽ, സാധാരണ ഒലിവ് ഓയിലോ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നേരത്തെയൊക്കെ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ കുക്കിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ല, ഡ്രസ്സിങ്ങിന് മാത്രം ഉപയോഗിച്ചായിരുന്നു. ഇപ്പോൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞു. നമ്മൾ ഏറ്റവും ആദ്യം ഇതിൽ ചേർക്കുന്ന മഷ്റൂമാണ്. ഇത് സിൽക്കി മഷ്റൂമാണ്, സിൽക്കി മഷ്റൂം. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലായത് വളരെ ഈസിയാണെന്ന് മനസ്സിലാവും. ഇതിൽ ഏത് ടൈപ്പ് ബട്ടൺ ഉപയോഗിക്കാതിരിക്കുന്നതല്ല, മറ്റുള്ള ടൈപ്പിലുള്ള മഷ്റൂം എല്ലാം ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർക്കാം. ഇത് ബീൻസാണ്.
അടുത്തത് ബ്രോക്കോളിയാണ്. ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിരിക്കുന്നതാണ് ബ്രോക്കോളി. സാധാരണ ഗതിയിൽ ഇത് സാലഡിനാണ് ഉപയോഗിക്കുക. സാലഡിന് ഇത് അധികം വേവില്ലാത്ത കാരണം നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. പിന്നെ അടുത്തത് നമ്മൾ ക്യാബേജ്. ചൈനീസ് ക്യാബേജ് ഉപയോഗിക്കാം, വെറും സാധാ ക്യാബേജ് ഉപയോഗിക്കാം. ഇതൊന്നും നമ്മൾ അധികം വേവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കുറച്ച് പച്ചക്ക് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതൊക്കെ കോണ്ടിനെൻ്റൽ വിഭവത്തിൽപ്പെടുന്നതാണ്, അതുകൊണ്ട് അധികം വേവിക്കില്ല. ഇനി നമുക്ക് ചേർക്കാനുള്ള ക്യാരറ്റാണ്. ഇതിൻ്റെയൊക്കെ വിവരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. ഇതൊരു 3/4 കപ്പാണ് ക്യാരറ്റ്. മറ്റുള്ള വെജിറ്റബിൾ എല്ലാം കൂടെ ഒരു 3/4 കപ്പ്, 1 കപ്പാണ്. നമ്മുടെ സ്പഗറ്റി 230 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്പഗറ്റി 230 ഗ്രാം. ഇനി നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ, ഗ്രീൻ ഓണിയൻ നമുക്ക് ചേർക്കാം. ഇതൊരു 4 മിനിറ്റ് എങ്കിലും സ്റ്റിർ ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. നമ്മൾ സോയാ സോസ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് സോയാ സോസാണ്. ഇത് ഡാർക്ക് അല്ല, ഇത് ലൈറ്റ് സോയാ സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് പ്രീമിയം ലൈറ്റ് സോയാ സോസ്. ഇതാണ്. ഇതിൽ കുറച്ച് പഞ്ചസാര നമ്മൾ ചേർക്കേണ്ടതുണ്ട്. പഞ്ചസാര, പിന്നെ ബ്ലാക്ക് പെപ്പർ. അധികം പൊടി ചേർക്കരുത്. ഇതേമാതിരിയുള്ള കോഴ്സ്ലി ഗ്രേറ്റഡ് എന്നാണ് പറയുക. പിന്നെ ഇത് ചേർക്കാനുള്ളത് നമ്മളെ മുളക് പൊടിയല്ല, ഇത് പാപ്രിക്കയാണ് ഞാൻ എടുത്തത്. കെയിൻ പൗഡർ എന്നാണ് പറയുന്നത്. ഇത് പാപ്രിക്ക ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് എരിവിനുള്ളതാണ് പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ സീഡിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ഇരിക്കട്ടെ, സൈഡിൽ മാറ്റി വയ്ക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗാർലിക് മിൻസ് ചെയ്ത്, ഗാർലിക്കുണ്ട് 3-4 ഗാർലിക്കാണ്, അത് മിൻസ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ഈ സോസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ മിക്സി ചേർക്കാം. നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കാം. ഉപ്പുണ്ട്, ഉപ്പിന് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പഗറ്റി ചേർക്കാം. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. സ്പഗറ്റി എടുത്തു. കുറേശ്ശെ ആയിട്ട് ഇതിൽ ചേർക്കാം. സ്പഗറ്റി പാസ്റ്റ.
ഈ സ്പഗട്ടി എല്ലാ സ്ഥലത്തും കിട്ടും. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. സ്പഗട്ടി എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വരുത്തിച്ച് തരും. നമുക്ക് അല്പം ടോസ് ചെയ്യാം. ടോസ് ചെയ്യാന്ന് പറയുക. വാങ്ങുന്നതിന് മുന്നേ ടോസ് ചെയ്യാം. എല്ലാം മിക്സായി വരും, മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ സ്പഗട്ടി പാസ്റ്റ ഇപ്പം ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത പടി നമ്മളുടെ വൈറ്റ് സെസം, അതിന് ഇംഗ്ലീഷിൽ സീസെയിം എന്ന് എഴുതെങ്കിൽ അതിന് പറയുന്നത് ശേഷം എന്നാണെന്ന് തോന്നുന്നു. ശേഷം വെള്ള എള്ള് റോസ്റ്റ് ചെയ്താണ്, അതുകൊണ്ടാണ് കളർ കുറവ്. റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണം. ഇതിനടുത്ത പടിയാണ്. നല്ല ഭംഗി വരാനുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മുടെ സ്പഗട്ടി പാസ്റ്റ വിത്ത് വെജിറ്റബിൾസ്, സ്പഗട്ടി പാസ്റ്റ എന്ന് തന്നെ ഓർത്താൽ മതി. ക്യുക്ക് സ്പഗട്ടി പാസ്റ്റ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് നിങ്ങളുടെ മുമ്പിലുണ്ട്. വളരെ കളർഫുള്ളുമാണ്, ടേസ്റ്റിയാണ് പാസ്ത, സ്പഗട്ടി പാസ്ത. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ കുറച്ച് മോഡേണാവണ്ടേ, നമ്മളും കാലത്തിനനുസരിച്ച് കോലം കെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പികളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാവും ഇതിനെ പ്രൊക്യൂർ ചെയ്യാൻ. എങ്കിലും നിങ്ങളുടെ അടുത്തൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റ് ഒന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഫിനിഷ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളോട് എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കണം. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളെന്നും പറയുന്നത് പോലെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ചെയ്യുക. അപ്പോൾ ദയവായിട്ട് ഈ ചാനലിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളുടെ മുകളിലാണ് ഇതിൻ്റെ ചാനലിൻ്റെ ഫ്യൂച്ചർ. അപ്പോൾ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ട് സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.